135 കോടി രൂപ CMRL നിന്ന് കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ, 135 കോടി രൂപയിൽ പങ്കുപറ്റിയ മാധ്യമ മുതലാളിമാർ, 135 കോടിയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടത്. ആ പത്രത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ജന്മഭൂമി എന്നാണ്. CMRL കുറിച്ച് വെള്ളപൂശി എഴുതിയ ഒരേ ഒരു പത്രം. എവിടെ? ഈ അന്വേഷണത്തിൽ ഇല്ലല്ലോ. അതേസമയം രണ്ട് കമ്പനികൾ തമ്മിൽ ലീഗലായ കോൺട്രാക്ട് വെച്ച്, ഒരു ഉടമ്പടി വെച്ച്, സർവീസ് ടാക്സ് അടച്ച്, അതായത് GST അടച്ച്, സർവീസ് ടാക്സ് കംപ്ലീറ്റ് കൊടുത്ത്, പ്രൊഫഷണൽ ടാക്സ് അടച്ച്, വ്യക്തിപരമായ ഇൻകം ടാക്സ് അടച്ച്, എഗ്രിമെന്റ് വെച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ കരാർ 2.7 കോടി ഈ വീണ വിജയന് ഈ CMRL സിസ്റ്റർ കൺസേൺ എംപവറിന്റെയും CMRLന്റെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് തുകയും കൊടുത്തതാണ് കേസായി മാറുന്നത് എന്നുള്ളതാണ്. 135 കോടി രൂപയുടെ കേസ് അന്വേഷിക്കേണ്ടതില്ലെന്നും 2.7 കോടിയുടെ അന്വേഷണം വേണമെന്നുമുള്ള ഒരു താല്പര്യം ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം. ഇത് രാഷ്ട്രീയ ദുരുദ്ദേശം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഇതിൽ 1 രൂപയുടെ ലാഭം CMRL കമ്പനിക്ക് LDF സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, അത് ഡൽഹി ഹൈക്കോടതിയുടെ വിധിന്യായത്തിലുണ്ട്. അത് നമ്മൾ വിശദമായി കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഉദ്ദേശത്രേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് വിജിലൻസും SFI എല്ലാം ഒന്നാണെന്ന് വരുത്തി തീർക്കുക. ഇതിൽ 90 കോടി കൊണ്ടുപോയ രാഷ്ട്രീയ നേതാക്കളെ വെറുതെ വിടുകയും 2.7 കോടി കൊടുത്ത പിണറായി വിജയൻ മകളെ മുന്നിൽ നിർത്തുകയും ചെയ്യും. അഴിമതിക്കാരിയാണ് എന്ന് കല്ലെറിയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണിത്. 100% പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവാണ്. കേരളത്തിൽ ഒരേ ഒരു പാർട്ടിയെ, കേരളത്തിൽ ഒരേ ഒരു സർക്കാരെ CMRL വേണ്ടിയിട്ട് നിലപാടെടുത്തിട്ടുള്ളൂ. അത് UDF സർക്കാരാണ്. അത് 2004 അത് AK ആന്റണി സർക്കാരിന് ശേഷം അത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 10 ദിവസത്തേക്ക് CMRL ഈ പറയുന്ന കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് കേരളത്തിലെ UDF സർക്കാരാണ്. അത് വേണ്ടെന്ന് വെച്ചത് VS സർക്കാരാണ്.